ഹലോ എവരി വൺ. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാലും എനിക്കൊരു കാര്യം പറയാനായിട്ട് കൂടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഷോസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതിൽ കണ്ട ഒരു കാര്യം എനിക്കിങ്ങനെ എന്റെ ചാനൽ ഇടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്കും എന്റെ ഒപ്പീനിയൻ പറയണമെന്ന് വല്ല ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. സോ അത് നിങ്ങൾ ആ രീതിയിൽ എടുത്താൽ മതി. കാരണം വെച്ചാൽ ഇതിപ്പം അവരെ ഹേർട്ട് ചെയ്യാനോ അങ്ങനത്തെ ഒന്നും അല്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരാളല്ലായിരുന്നു. ഞാൻ ഇത്ര എപ്പിസോഡ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാൻ പിന്നെയും ബിഗ് ബോസ് കാണാനായിട്ട് തുടങ്ങിയത്. അതിന് മുമ്പേ വരെ ഞാൻ ബിഗ് ബോസ് എന്ന ഷോ കാണത്തില്ലായിരുന്നു. കഴിഞ്ഞ വർഷം കണ്ടപ്പോ തൊട്ടും കാട്ടിലും എനിക്ക് ഈ വർഷത്തെ ബിഗ് ബോസും കഴിഞ്ഞ വർഷത്തെയും ഒക്കെ ഞാൻ കണ്ടപ്പോൾ അതിൽ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഈ വർഷത്തെ ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഏഴിന്റെ പനി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതിൽ നല്ലപോലെ എന്താ പറയാ, കുറച്ച് നല്ല വ്യത്യാസങ്ങളുണ്ട്. പല ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും അവര് കാണിക്കുന്ന ആ ഒരു വഴക്കും. കാരണം ബിഗ് ബോസ് ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണൽ, ഞാനൊരു പ്രേക്ഷക എന്ന നിലയ്ക്കാണ് ഇത് പറയുന്നത്. സോ ആരും അത് എന്താ ഒരു ഇതായിട്ട് എടുക്കരുത്, സീരിയസ് അവരെ പേഴ്സണൽ ആയിട്ട് എടുക്കരുത്. ഇത് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് പബ്ലിക്കായിട്ട് ഒരു ഒപ്പീനിയൻ പറയാണ്. അങ്ങനെ മാത്രം നിങ്ങൾ എല്ലാവരും അതിനെ കണ്ടാൽ മതി. അപ്പൊ നിങ്ങളുടെയൊക്കെ ഒപ്പീനിയൻ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്റെ ഒപ്പീനിയൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് പറയാനായിട്ടുള്ള ഒരു ബിഗ് ബോസ് കണ്ട് അപ്പം ചില ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ടപ്പം എനിക്ക് ഇത് പറയണമെന്ന് എനിക്ക് ഉള്ളിലൊരു ഐഡിയ തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ പറയാമെന്ന്. കാരണം ഇതെന്റെ ഒരു യൂട്യൂബ് ചാനലാണല്ലോ, അപ്പൊ അതിലിങ്ങനെ ഇടാം. അപ്പം അത് ആ ഒരു സ്പേസിൽ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. സോ ഞാൻ ഇപ്പോഴും പറയാണ്, ഇത് പ്രേക്ഷകർ എന്ന നിലയ്ക്ക് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ തുറന്നു പറയുന്നത്. സോ അതിൽ വ്യക്തിപരമായിട്ട് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പറയാൻ പോവാണ്. അതായത് എനിക്ക് ബിഗ് ബോസിൽ ഇപ്പം നടക്കുന്ന സംഭവത്തെ കുറിച്ചാണ്. കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അതിന് മുമ്പത്തെ ആഴ്ചയായിട്ടും നമ്മൾ രണ്ടാഴ്ചത്തോളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അനുമോളുടെയും ജിസേലിന്റെയും ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ ആദ്യം എടുത്ത് പറയുന്നതല്ല. അപ്പൊ അനുമോളും തെറ്റ് ചെയ്തിട്ടുണ്ട്, ജിസേലും തെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഈക്വലി തെറ്റ് ചെയ്ത ഒരു ആൾക്കാരാണ്. അപ്പോ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാരും രണ്ട് പേർക്കിടയിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ ഒരു ഇത് കാര്യമായി കണ്ട നിലയ്ക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ എന്താ സെപ്പറേറ്റ് ആയിട്ട് കുറെ പേര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു, കുറെ പേര് ജിസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ഒരു ഭാഗം ഡിവൈഡ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ആൾ തെറ്റ് ചെയ്താലും നമ്മളത് സപ്പോർട്ട് ചെയ്യുകയോ ന്യായീകരിക്കുകയോ ചെയ്യരുത്. കാരണം അവർ ചെയ്ത തെറ്റാണെങ്കിൽ തെറ്റായിട്ടാണ് നമ്മൾ അംഗീകരിക്കണം. ഇപ്പൊ നമ്മൾക്ക് അനുമോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ജിസിഎലിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ അനുമോള് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവളുടെ ഭാഗത്ത് നിൽക്കരുത്. ഇപ്പൊ ജിസിഎൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവളുടെ ഭാഗത്ത് നിൽക്കരുത്. ഇപ്പൊ ഈ രണ്ട് പേരുകൾ എടുത്തു പറയുന്നുള്ള കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും രണ്ടാഴ്ചയായിട്ടും നമ്മൾ കേൾക്കുന്നത് ജിസിഎലിന്റെയും അനുമോളുടെയും കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ ഒരു മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ജിസിഎൽ യൂസ് ചെയ്തെന്നും അനുമോൾ റബ്ബ് ചെയ്തെന്നും അങ്ങനെയൊക്കെയാണ് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത്. അപ്പൊ അതിനെ ചൊല്ലിയിട്ടാണ് എനിക്കൊരു ഐഡിയ ഇങ്ങനെ തോന്നിയത്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ പലരും അതിലെ കാരണം ഞാൻ അതിൽ എടുത്തു പറയാൻ തോന്നിയെന്ന് വെച്ചാല് എനിക്ക് ആൾക്കാരുടെ പേരുകൾ ഞാൻ എങ്ങനെ എടുത്ത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് മെൻഷൻ ചെയ്ത് പറയുന്നില്ല. അപ്പൊ കാണുന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമായിരിക്കും ആരൊക്കെയാന്നുള്ളത്. സോ കുറെ പേര് ഒരാളെ തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ഒരാളെ അവോയ്ഡ് ചെയ്യുന്ന പോലെ, അതായത് അവരെ നല്ലപോലെ നോക്കാതെ പരിഗണിക്കാതെ അവളെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാല് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരാളെ ഒറ്റപ്പെടുക എന്നുള്ള ഫീലിങ്സ്, അപ്പൊ നമുക്കത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അത് നമുക്ക് ആ ഒരു ഫീലിങ്സ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും ഒരാളിങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ. ഇപ്പൊ ഇത് ഗെയിം ഷോ ആണ്, നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കാവുള്ളൂ. നമ്മൾ ആരും പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെ ഇല്ല. പക്ഷെ അത് നോക്കുമ്പോഴത്തേക്കും കുറെ ആൾക്കാർ വന്നിട്ട് ഒരാളെ തന്നെ ഇട്ട് ടോർച്ചർ ചെയ്യുന്നതും പിന്നെ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതും ചുമ്മാ പാട്ട് പാടുന്നതും അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യണം ഉണ്ടായിരുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ഇപ്പൊ ഈ പ്രാവശ്യത്തെ ഏഴിന്റെ പണിയാണല്ലോ. അപ്പൊ ആ പണിയുടെ അനുസരിച്ച് തന്നെ ഓരോരുത്തരും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്, മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ ചില കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങനെ. ഇപ്പൊ ഒരാൾ ആഗ്രഹിക്കുന്നത് കിച്ചൺ, അതായത് കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയാ, ഇങ്ങനെ ഒത്തിരി സ്പേസ് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം, കിച്ചണിൽ വേറെ ആർക്കും നിൽക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരുമാണ് ഇപ്പത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നമ്മൾ ആ രീതിയിലൊന്നും ചിന്തിക്കരുത്. കാരണം വെച്ചാല് ഇപ്പൊ ഇതൊരു ഗെയിം ഷോ പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്
നമ്മൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ജോലി ചെയ്യാനുള്ള അവകാശം തന്നെ ബിഗ് ബോസിലുണ്ട്. ഇപ്പൊ ഓരോരുത്തർ ക്യാപ്റ്റനെയൊക്കെ നിയമിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്യാപ്റ്റൻ പറയുന്നതൊക്കെ അനുസരിക്കുക. ആ ഒരു രീതിക്കൊക്കെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ടായിട്ട് കൊണ്ടുപോവുക. അപ്പൊ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്തു പറയത്തില്ല. പക്ഷെ ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തർ വരക്കിടുമ്പോഴത്തേക്കും അവരെ തന്നെ മറന്ന് എന്താ ഈ ചീത്ത വിളി, അതായത് അട്ട വേർഡ്സ്, അതായത് വൃത്തികെട്ട വാക്കുകളൊക്കെ ഉപയോഗിക്കുക. ഒരിക്കലും നമ്മളിത് പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയൊന്നും വേർഡ്സ് ഒന്നും യൂസ് ചെയ്യരുതെന്നാണ് എന്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ ആണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോ എല്ലാ ആൾക്കാരും ഇപ്പൊ ഞാനും ഒരു പ്രേക്ഷകയാണ്. അപ്പം എന്നെ പോലെ തന്നെ പല ആൾക്കാരും, കുട്ടികളും മുതിർന്നവരും മിഡിൽ ഏജും എല്ലാ ആൾക്കാരും ഇരുന്ന് കാണുന്ന ഒരു ഷോ ആയതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഹറാസ് ചെയ്യുന്ന പോലെ ഒരാളെ തന്നെ ടോളറേറ്റ് ചെയ്ത് അവരെ തന്നെ കുറ്റപ്പെടുത്തി വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക, അതൊക്കെ കേൾക്കുമ്പോ തന്നെ നമ്മള് കാണുന്നവർക്ക് അതൊരു ഡിസ്ട്രാക്ട് ആയിരിക്കും. കാരണം വെച്ചാൽ പലർക്കും ഇപ്പോൾ ഒപ്പീനിയൻ എന്താ വെച്ചാൽ ജയിലിന്റെ പണി ആയതുകൊണ്ട് അത്രയും തന്നെ ടഫ് ആയിരിക്കും ബിഗ് ബോസ് എന്ന് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. പക്ഷെ അതിൽ പറയാൻ തക്കവന്ന കാരണം എന്താന്ന് വെച്ചാൽ, ഇത്രയും പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിക്ക് തന്നെ ചെയ്യുന്നു. പലരും അതിൽ മറന്നു പോകുന്നുണ്ട് പല കാര്യങ്ങളും. എന്നുവെച്ചാൽ പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, നമ്മളിങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പലരും മറന്നു പോകുന്നുണ്ട്. അത് മറന്നിട്ട് പലരും അതിൽ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പം ഓരോരുത്തർക്ക് ഇപ്പൊ റൂൾസ് ഒക്കെ വന്ന് അതുപോലെ അനുസരിച്ച് ഫോളോ ചെയ്ത് നിങ്ങൾ കളിക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾ അതുപോലെ അനുസരിച്ച് നിൽക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം ആണ്. കാരണം വെച്ചാൽ ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇരിക്കത്തോന്നില്ല. കാരണം എല്ലാവർക്കും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും ഉണ്ട് അതിനകത്ത്. ബിഗ് ബോസിൽ ഓരോ കണ്ടസ്റ്റൻസും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അപ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവരും നല്ലപോലെ കളിക്കുന്ന ഒരു വ്യക്തി അതാണ്. ഇപ്പൊ പുതിയതായിട്ട് 5 പേര് പുതിയതായിട്ട് വന്ന ആൾക്കാർ, പുതിയതായിട്ട് വന്നവരും ഉണ്ട്. സോ അവരും ഇപ്പൊ ഇവരെ പോലെ തന്നെ നല്ല രീതിയിൽ കളിക്കാനായിട്ട് നോക്കാം. അപ്പോ ഇനി എന്തായാലും ഇനിയിപ്പം ഈ വർഷം ഈ ആഴ്ച നോമിനേഷൻ ഇല്ലെന്നാണ് നമ്മുടെ പറഞ്ഞത്, ലാലേട്ടനും പറഞ്ഞത്. അപ്പോ അതുകൊണ്ട് ഇനിയിപ്പം അടുത്ത ആഴ്ചയിലായിരിക്കും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ കളിക്കാനായിട്ട് ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പ്രേക്ഷകർ എന്ന എനിക്ക് നല്ല രീതിയിൽ കളിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇതിലൊരു നമ്മൾ ഗെയിം ഷോ ആണ്. പലരും അത് പേഴ്സണൽ ആയിട്ട് എടുത്ത് വിഷമിച്ച് കരയുന്ന പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് കരയാനുള്ള പ്ലാറ്റ്ഫോം അല്ല. അപ്പൊ നമ്മളത് ദേവി നമ്മൾ വേറെ രീതിയിൽ എടുക്കാതിരിക്കുക. ഗെയിമായിട്ട് തന്നെ എടുത്ത് അത് അവസാനിപ്പിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒരു കാര്യം ഒരാളോട് മാത്രമായിട്ട് ഇങ്ങനെ എനിക്ക് അതിങ്ങനെ കണ്ടതുകൊണ്ട് എനിക്കിത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇപ്പൊ അനുമോളുടെ കാര്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ പറയാമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ പറയാം. ഇപ്പൊ അനുമോൾക്ക് ഇപ്പം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് എന്റെ ഫീലിങ്സ് മനസ്സിലാവുന്നതാണ്. കാരണം വെച്ചാൽ ഒരു കാര്യം കേട്ട് ഒരാളെ ഹറാസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് സങ്കടം വരിക, കണ്ണിന്ന് വെള്ളം വരിക ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് അത് മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന രീതിയിൽ ലോട്ട് പോകരുത് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം വെച്ചാൽ ഓരോരുത്തർക്ക് ഇപ്പൊ നമ്മുടെ കണ്ണീര് കാണുന്നതായിരിക്കും ഓരോരുത്തർക്ക് ഇഷ്ടം. അപ്പൊ നമ്മൾ ആ ഒരു സ്പേസ് അവർക്ക് കൊടുക്കരുത്. അത്രേ എനിക്ക് പറയാം. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ അനുമോളോട് കരയണ്ടാണെന്നോ ഒന്നും പറയുന്നതിന് അവകാശമൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ കരയുന്നെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ കരയാം. ഇപ്പൊ ആരും കാണാത്ത രീതിയിൽ ഒക്കെ നമുക്ക് കരയാം. അപ്പൊ അതിൽ വലിയ പ്രശ്നം വരില്ല. പക്ഷെ എല്ലാവരും മുന്നിലും കാണിച്ചുകൊണ്ട് കരയുമ്പോൾ ആരും അത് അംഗീകരിച്ച് തരണമെന്നില്ല. കാരണം വെച്ചാൽ ഞാൻ അത് കണ്ട കാര്യമാണ്. കാരണം വെച്ചാൽ അനുമോൾ ഇങ്ങനെ കരയുമ്പോഴത്തേക്കും ഭൂരിഭാഗം ആൾക്കാരും അവൾ നാടകം കളിക്കാൻ ആ രീതിയിലൊക്കെ ഉള്ള ടോക്സ് ഒക്കെ ഞാൻ കേട്ടായിരുന്നു. സോ അത് വെച്ചുകൊണ്ട് ഞാൻ പറയാണ്. കാരണം ആൾക്കാർക്ക് പറയുമ്പോഴത്തേക്കും അവർ ആ രീതി ചിന്തിക്കത്തില്ല. ഇത് ഗെയിം ഷോ ആണെന്നും അപ്പൊ അനുമോളും ആ രീതി തന്നെ എടുത്ത കൊള്ളായിരുന്നു എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അനുമോൾ കരയണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കരയാം, പക്ഷെ ഇവരുടെയൊക്കെ മുന്നിൽ കരയരുത്. പ്രൈവറ്റ് ആയിട്ടോ ആരും കാണാതെയോ കരഞ്ഞെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു കാര്യം കൂടി പറയുന്നെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്ത് പറയാണ്. ഓക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ എനിക്കിത് പറയാനുള്ളത്. നിങ്ങൾ ഇത് ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ അപ്പൊ നല്ല രീതിയിൽ തന്നെ എടുക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പം ആരെയും ഹേർട്ട് ചെയ്യാതെയും വേറെ രീതിയിലൊന്നും സംസാരിക്കാതെയും നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് മാത്രമേ എനിക്ക് പറയുന്നു. അപ്പൊ ഓരോ കണ്ടസ്റ്റൻസിനും എന്റെ ആശംസകൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം. ഓക്കെ. സോ അപ്പം അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, സീ യു.